അപ്പൊ മക്കളെ നമുക്കൊരു ഒറ്റ മൈൻഡിൽ ഇപ്പൊ തിന്നാ എന്താ മൂടുള്ളത്? നല്ല മഴ ഉണ്ട്. അടിപൊളി പൊറാട്ടയും ബീഫും അടിച്ചാ പൊളിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് നല്ലൊരു പൊറാട്ടയും ബീഫ് അടിക്കാനുള്ള മൂടാട്ടോ. നേരത്തെ എല്ലാവരും നീച്ച ഞങ്ങള് ചിലവര് പോയി വരികയാണ്. അപ്പൊ എല്ലാവരും ഉപാസിനോട് ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നൊരു വൈബ് പൊറാട്ടയും ബീഫും തിന്നാറുള്ള. അപ്പൊ നല്ല സ്പോട്ട് ഇപ്പൊ നല്ല സ്പോട്ട് പോടല്ലേ. ഇവിടെ ഇപ്പൊ ചെറുമംഗലത്തെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ട് പോയോക്കാം. ഇപ്പൊ ചെറുമംഗലത്തെ സ്പോട്ട് ഉണ്ട്. അപ്പൊ അവിടെ പോയോക്കാം നമുക്ക്. എന്താ അഭിപ്രായം എന്നുള്ളത് നമുക്ക് തിന്നിട്ട് നോക്കാം. അപ്പൊ പോയാ കേട്ടോ. അപ്പൊ ഇനി നമ്മള് അവിടെ എത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇനി കുറച്ചായിട്ട് ഫുഡിന്റെ ഓരോ സ്പോട്ടുകൾ ഇങ്ങനെ കാണിച്ചു തന്ന വീഡിയോസ് ആട്ടോ ഇനി വരാൻ പോണത്. അപ്പൊ മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ എത്തിക്കേണ്ട ഒരു ഫുഡ് കഴിക്കാനാട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞില്ല പൊറാട്ടയും ബീഫും തെരഞ്ഞു വന്നിട്ട് നമ്മൾ കിട്ടിയ സ്പോട്ടാണ്. ഇപ്പൊ അസർപ്പൊക്കെ പറഞ്ഞ ഈ സ്പോട്ടാണ് ഏറ്റവും അടിപൊളി എന്ന്. ഇതിന് മുന്നേ അസർപ്പിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഒന്ന് കഴിച്ചിക്കണല്ലോ. അപ്പൊ ഇവിടെ പൊറാട്ടയും പള്ളിക്കറിയും ബീഫും ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇന്നത്തെ നമ്മൾ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മള് പരപ്പനങ്ങാടി റോഡിൽ നിന്ന് വരുമ്പോ പൂരപ്പുയ പാലത്തിന്റെ അടുത്തായിട്ട് മുന്നായിട്ട് വലത്തേ സൈഡിലായിട്ടാണ് വരിക. പരപ്പനങ്ങാടിന്ന് വരുമ്പോ നമ്മൾ റോയൽ കിച്ചണിക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ളത് നമ്മളെ പള്ളിക്കറിയും ബീഫും പൊറാട്ട ഒക്കെ കിട്ടുന്ന പറഞ്ഞു കേട്ടോ. അപ്പൊ ആ സ്പോട്ട് തപ്പിയാണ് വന്നതിൽ കിട്ടിയതാട്ടത്. റോയൽ കിച്ചൺ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ അവിടെ ഉള്ളിൽ പോയിട്ട് മൂപ്പരോടൊക്കെ ചോദിച്ചോ കേട്ടോ. നമ്മൾ അഭിപ്രായം വന്നിട്ടുള്ളത് മൂപ്പര എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് മൂപ്പരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പൊറാട്ടയ്ക്ക് എത്ര മണിക്ക് റെഡിയാവും? പൊറാട്ട ഒരു 7 മണിയാകുമ്പോൾ റെഡിയാകും അല്ലേ? നമ്മള് ബീഫും പള്ളിക്കറിയൊക്കെ ബീഫും പള്ളിക്കറിയൊക്കെ ആ ടൈമിൽ തന്നെ 7 മണിയാകുമ്പോഴത്തേനെല്ലാം റെഡിയാവും. ബീഫ് നല്ല സ്റ്റോക്ക് കുക്ക് ചെയ്താണ് വെച്ച സാധനം കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പള്ളിക്കറി കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വേറെ ഉണ്ടാക്കല. ഉച്ചയ്ക്ക് ശേഷം ഇത് രാവിലത്തേക്ക് മാത്രം കേട്ടോ. ഉച്ചയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ തന്നെ കിട്ടും. ഇത് രാവിലത്തേക്കായിട്ട് മാത്രമുള്ളതാണ്. ഉച്ച ആകുമ്പോൾ ഇങ്ങനെ അടുത്ത സെക്ഷൻ കൂടെ വരാം. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇവിടെ നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി അടുത്ത ആഴ്ച മുതൽ ഇവിടെ കടികളൊക്കെ വരും. അപ്പൊ ഇവിടെ എന്തൊക്കെയാ മൊത്തമായിട്ട് സാധനങ്ങളില്ല നമുക്ക് മൂപ്പറോട് ചോദിച്ചോട്ടെ. നിങ്ങളുടെ പേരെന്താ? അബ്ദുറഹ്മാനാണ് ഇവിടുത്തെ. അബ്ദുറഹ്മാൻ കാക്കയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് കേട്ടോ. മൂപ്പരെ കൈവിരുദ്ധകളാണ് ഇവിടെ ബിരിയാണിയിലെ എല്ലാത്തിലും ബീഫിലൊക്കെ ഉള്ളത്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് അല്ലേ? കാലത്ത് ഒരു 7 മണിക്ക് പിന്നെ വെജിറ്റബിൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫിഷ് കറി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബീഫ്, ചിക്കൻ കറി നല്ല ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ 10-10:30 ആകുമ്പോഴേക്ക് ബിരിയാണി ആവും. 11 മണിക്ക് ഇവിടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി രണ്ടും ഉണ്ടോ? ചിക്കൻ അല്ലേ മെയിൻ ആയിട്ട് ഇവിടെ പൊറാട്ടയും ബീഫും കേട്ടോ. അത് ഞാനൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നില്ലേ? പള്ളിക്കറിയാണ്. ബീഫ് ഫ്രൈ ഉണ്ട്, പള്ളിക്കറിയും ഉണ്ട്. രണ്ടും നല്ല ഐറ്റംസ് ആണ്. സാധനത്തിനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ സാധനം വരും. എനിക്ക് മെയിൻ ആയിട്ട് പള്ളിക്കറി ടേസ്റ്റ് ചെയ്യാനാണ് ഒന്നുകൂടി താല്പര്യം കേട്ടോ. പള്ളിക്കറി ഇവിടെ എടുത്ത കൂടി അങ്ങനെ വല്ലാണ്ട് പള്ളിക്കറി കിട്ടുന്ന ഷോപ്പില്ല. നല്ല ബീഫ് നല്ല സ്ലോ കുക്ക് ചെയ്താണ് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളെ കാക്ക പറഞ്ഞത്. അപ്പൊ ആർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോ പയമ്പൂര് ഐറ്റംസ് ഒക്കെ വരും. അപ്പൊ പിന്നെ നമ്മള് പയമ്പൂരും ബീഫും തിന്നാൻ വേണ്ടി നമ്മള് കോഴിക്കോട് കുറ്റിച്ചിറ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നമ്മളെ തൊട്ടടുത്തുള്ള പരപ്പനങ്ങാടി ഇവിടെ റോയൽ കിച്ചണിൽ വന്നാൽ തന്നെ ഫ്രണ്ട് കാക്കാം. മന്തി ഉണ്ട്. മന്തി, അൽഫാം, അങ്ങനത്തെ എല്ലാ ഐറ്റംസും. ഒരു മെയിനായിട്ട് രാവിലെ മുതൽ രാത്രി വരേക്കുള്ള എല്ലാ ഫുഡ് കഴിക്കാൻ നിങ്ങൾ എങ്ങോട്ട് വന്നാൽ മതി. നമ്മുടെ പരപ്പനങ്ങാടിയില്ല റോയൽ കിച്ചണിക്ക് വന്നാൽ മതി. ഇവിടെ വന്ന ഏത് സമയത്ത് വന്നാലും അതിൻ്റെതായിട്ടുള്ള ഫുഡ് ഇവിടെ എപ്പോഴും അവൈലബിൾ. ഫ്രൈ ആണ് രണ്ടും. സോഫ്റ്റ് പൊറാട്ട പൊട്ടം പിടിച്ചാല്
ഐറ്റംസ് ഒക്കെ എത്തിക്കണം. നമ്മള് ചായയും കൂടി പറഞ്ഞു, ചായയും കൂടി എത്തിയിട്ട് നമ്മളെ പരിപാടി തുടങ്ങും കേട്ടോ. കാരണം ചായ സ്റ്റാർട്ടിങ് ചായ ഇല്ലെങ്കിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചായക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ കിച്ചണിൽ നല്ല കോഴി വെച്ചിന്റെ മണക്കാണ് വരുന്നത് കേട്ടോ. കായ്ക്കാറ് നല്ല കോഴി വെച്ചൊക്കെ ഉണ്ടാക്കണം, ഉച്ചക്കും വേണ്ടിയാ തോന്നുന്നുണ്ട്. അതേപോലെ ബിരിയാണി ഒക്കെ അവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അത് തിന്നു കഴിഞ്ഞിട്ട് ബിരിയാണിന്റെ അതൊന്നും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇറക്കി മറിക്കണ കാണാൻ പ്രത്യേക ഒരു ഭംഗി രസമാണ്, അതൊക്കെ ഒന്ന് കാണാൻ. അപ്പൊ നമ്മള് ഫസ്റ്റ് നല്ല വലിയ പൊറാട്ടമ്മലാണ് തുടങ്ങട്ടോ. വലിയ പൊറാട്ട, നല്ല സോഫ്റ്റ് പൊറാട്ടയാണ്. അത് നല്ല എടുത്ത് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊറാട്ട കേട്ടോ. ഇപ്പൊ 2 പൊറാട്ട എന്നാത്തന്നെ നമ്മളെ വേറെ അങ്ങനത്തെ പൊറാട്ട. അപ്പൊ പൊറാട്ട ഫസ്റ്റ് ഞാൻ ബീഫും സാധനമല്ല, എനിക്കൊരു സ്പെഷ്യൽ സാധനം. എനിക്ക് എപ്പോഴും ചൂട് പൊറാട്ട കിട്ടി ആദ്യം നമ്മളെ ചായയിൽ മുട്ടിക്കാണ്ടുമാണ് ആദ്യം ചെയ്യുന്നത്. അതിന്റെ ഒരു മൊരിഞ്ഞ പാട് ചായ മുട്ടി തിന്ന ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. നമുക്ക് ഇതിലേക്ക് ബീഫ് ഫ്രൈക്ക് നമ്മളെ ഇതും ചെയ്യാം, നാരങ്ങ ചെയ്യാം. ഇന്ന് കുറച്ചുകൂടെ മാറ്റിയേക്കട്ടെ നമുക്ക്. കാരണം എന്താ വെച്ചാല് ബീഫും നാരങ്ങ ഉണ്ട്. സോഫ്റ്റ് ബീഫാണ്, നല്ല സ്ലോ കുക്ക് ചെയ്ത ബീഫാണ്. നമ്മ നാരങ്ങൾ പൊളിഞ്ഞുകൂടി ചേരുന്നത് വേറെ ടേസ്റ്റ്. നമ്മൾ നൂൽക്കൂട്ടൊക്കെ ഇനി പള്ളിക്കറി ഒന്ന് കുടിച്ചോ കേട്ടോ. പള്ളിക്കറി നൂൽക്കൂട്ടുണ്ട് പാടും. നമ്മൾ പള്ളിക്കറി ഉണ്ടാക്കിയതാണ് പാട്ടടിച്ചു. ദോശയും ബീഫ് ഫ്രൈ, പിന്നെ പത്തമ്പാരിന്റെ അതൊക്കെ ഉണ്ട് കേട്ടോ. ചായനെ പറ്റി പറയാനും മോനെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ 10 മിനിറ്റ് എപ്പോ വേണമെങ്കിൽ ചായ വേണ്ടി അതേ ഒരാൾ മോനം. ചായന്റെ ടേസ്റ്റ് മോനോട് പറയണ ഏറ്റവും പറ്റും. മോൻ പറയണം പോരായ്മ അതേപോലെ പറഞ്ഞു. ഏതൊക്കെ സംഭവമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ. സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കാര്യം ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബീഫാണ്. ബീഫ് ഫ്രൈ ആണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. അതിന് 2 പ്ലേറ്റും കൂട്ട കാലിയാണ്. പള്ളിക്കാരൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പള്ളിക്കാരൻ ഞാൻ ഓവർ പള്ളിക്കാരുമ്പോൾ പോയിട്ട് ചെയ്യാം. ബീഫ് 2 പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഞാൻ അടിച്ച് കേരളത്തിൽ അത്ര പിന്നെ പള്ളിക്കാരാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. പള്ളിക്കറി കഴിച്ച് ഒരട്ടം കഴിച്ചാൽ ഇവിടെ വരും. ഇവിടെ വന്നാൽ പിന്നെയും കഴിക്കും ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടോ പള്ളിക്കറി? രണ്ടാമത്തെ ചായ കേട്ടോ. ഫസ്റ്റത്തെ ഒരു ചായ കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ചായക്ക് പറഞ്ഞേക്കാണ്. ചായ നല്ല ഇത് കുറച്ച് സാധാരണ കടുപ്പുള്ള ചായ കുടിക്കാനില്ല. എനിക്കെന്നാ അവിടെ പോയാൽ ലേറ്റ് ചെയ്യാൻ ഇത് കടുപ്പുണ്ടെങ്കിൽ വേറെ നല്ല ടേസ്റ്റിന്റെ ചായ അങ്ങനെ അടിച്ച ചായ ചായ. അപ്പൊ ബിരിയാണി റെഡി ആക്കണം കേട്ടോ. പൊരിച്ച ബിരിയാണിയാ? ചിക്കൻ പൊരിച്ചിട്ടുണ്ട. നേരത്തെ റെഡി ആവും കേട്ടോ. നേരത്തെ വന്നുകാണ് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് സംഭവം റെഡി ആവും. ബിരിയാണിയുടെ റേറ്റ് ഒക്കെ എത്ര വരുന്നേ? 100 രൂപ. ഇതൊക്കെ അത്യാവശ്യം കഴിക്കാണ്ടാവും അല്ലേ? ഒരാൾക്ക് എന്തായാലും കഴിക്കാണ്ടോ, അതിനനുസരിച്ച് കൊടുത്തു. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. അപ്പൊ ഈ നേരം ആയപ്പോത്തിന് ബിരിയാണി വരെ അയക്കണം കേട്ടോ. അപ്പൊ എല്ലാം അവിടെ സജ്ജാണ്. ഒരു 11 മണി മുതൽ തന്നെ ഫുഡൊക്കെ റെഡി ആവും. അപ്പൊ സ്പോട്ട് ഒന്നും കൂടി പറയാം. നമ്മളെ പരപ്പനങ്ങാടി സൈഡിൽ നിന്ന് വരുമ്പോ പൂരപ്പുയ പോയ എത്തിയതിന് മുന്നേ ഏകദേശം ഈ ബസ് സ്റ്റോപ്പിന്റെ നേരെ സൈഡിലായിക്കാണ്ടാണ് നമ്മളെ ഈ റോയൽ കിച്ചൺ വരുന്നത് കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടിയിട്ടൊക്കെ നിർത്തുന്നവർക്ക് നിർത്തിക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു കടയാണ്.